താര, നിനക്ക് എന്നോട് ഇത്രയും വെറുപ്പുണ്ടായിരുന്നു? നീ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ വെറും അഭിനയമായിരുന്നു. കിച്ചേട്ടൻ എന്താ ആരോടും പറയാതെ വന്നത്? അത് കോളേജിൽ നിന്നൊരു കോള് വന്നപ്പോൾ അതിന്റെ ആവശ്യത്തിനായി വന്നതാ. എന്നാലും ആരോടെങ്കിലും പറഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നു? പറയാനുള്ള നേരമൊന്നും കിട്ടിയില്ലായിരുന്നു, അതാ പറയാത്തത്. ഞാൻ സൂര്യനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്നോടൊന്നും മിണ്ടാണ്ടാ പോയത്. കരയണ്ട, ഏട്ടനില്ലേ കൂടെ? ഇതാദ്യമായിട്ടൊന്നും അല്ല ഏട്ടാ. കിച്ചൺ അയാൾ എന്നോട് എപ്പോഴും ഇങ്ങനെയാ ബിഹേവ് ചെയ്യുന്നത്. ഇനി അയാൾ അങ്ങനെ ചെയ്യും. കാരണം എല്ലാരും അറിഞ്ഞില്ല അയാളുടെ ശരിക്കുള്ള സ്വഭാവം. ഇനിയിപ്പോ എന്തു ആകാലോ. ഏട്ടൻ ഇന്ദുവച്ചിനെ കല്യാണം കഴിക്കാൻ പോകുമല്ലേ. അപ്പോൾ അയാൾക്കെല്ലാം എളുപ്പമായില്ലേ. ഞങ്ങൾ 3 ഏട്ടന്മാരുള്ളപ്പോൾ നിന്നെ ഒരുത്തനും തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ ഉള്ളപ്പോൾ തന്നെ അയാൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇന്ദുവച്ചിയുടെ ബ്രദറായി പോയത് കൊണ്ട് ഏട്ടനും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തിനാ കോള് കട്ടാക്കി വിടുന്നത്? ഏട്ടാ, എനിക്ക് കുഞ്ഞിയോടൊന്ന് തനിച്ച് സംസാരിക്കണം. എന്താ ഇപ്പൊ അവളുടെ അവസ്ഥ? നല്ല വിഷമത്തില. എന്നാ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. നമുക്ക് അവളുടെ കോളേജ് മാറ്റിയാലോ? അതിന് അവളെ സമ്മതിക്കുമോ? അവളുടെ നല്ലതിന് വേണ്ടിയല്ലേ. കിഷോർ അവിടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാ കുഞ്ഞിയെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? എന്ത് വിശ്വസിച്ച് വിടും അവളെ? നിർത്ത് നിന്റെ ഈ കള്ളക്കണ്ണീര്. പിന്നെ എങ്ങനെ പറയണം? നീയും കിഷോറും തമ്മിൽ ഇന്നലെ കണ്ടതുപോലെ അല്ലായിരുന്നല്ലോ. മറ്റാരേക്കാളും വിശ്വാസം എനിക്കിപ്പോൾ എന്റെ കണ്ണുകളെ തന്നെയാണ്. ദേ, ഈ കാണിക്കുന്നത് മുഴുവൻ നിന്റെ അഭിനയമാണെങ്കിൽ കുഞ്ഞി, നീ അതിന്റെ എല്ലാ പരിണത ഫലവും അനുഭവിച്ചേ തീരൂ. നീ തന്നെയായിരിക്കും വിഷമിക്കാൻ പോകുന്നത്. എനിക്ക് ഹാഫ് ഡേ ലീവ് വേണമായിരുന്നു. എന്തിനു? കാർത്തിക്കിനെ കാണാൻ പോകാൻ. എപ്പോഴാ പോകുന്നത്? ഇപ്പോൾ പോകാൻ വേണ്ടിയാ. ഞാനും വരാം. വരുന്നതൊക്കെ കൊള്ളാം. കാർത്തിക് നിന്നെ കാണരുത്. ശരി, ഞാൻ കാർ എടുത്തിട്ട് വരാം. നീ എവിടെ പോകുക? ഇന്നലെ കണ്ടില്ലേ എന്റെ കോളേജിലെ ഒരു ഫ്രണ്ട്? അല്ല, അറിയായിരിക്കുമല്ലോ, കാർത്തിക്. അവനെ കാണാൻ പോകുക. ഒറ്റയ്ക്കോ? ഞാനും വരുക. വേണ്ട, റാം വരുന്നുണ്ട്. മറന്നുപോയി. ഇത് നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലം ആണല്ലോ അല്ലേ? നിന്റെ ഇയർപോഡ്സ് എവിടെ? എനിക്ക് അവിടെ നടക്കുന്ന എല്ലാം അറിയണം. കോൾ കട്ടാക്കാൻ പാടില്ല. സൂക്ഷിച്ചു പോയിട്ട് വാ. നോക്ക്, ഞാൻ നിന്നെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക. ഒരു കാരണവശാലും അവന്റെ കൺമുന്നിൽ ചെന്ന് നിൽക്കരുത്. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. നീ അതിനെ മാത്രം എന്ത് ചെയ്തിട്ട് അവനിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? കൂടുതലൊന്നും ചെയ്തില്ല. അവന്റെ കമ്പനി ഞാൻ പൂട്ടിച്ചു. ഇപ്പോൾ ഒരു ഗതിയോ പരഗതിയോ ഇല്ലാതെ നടക്കുകയായിരിക്കും. നീ ഇവിടെ നിന്നാ മതി, ഞാൻ പോയിട്ട് വരാം. ഇവിടെ നിൽക്കാറോ? എനിക്ക് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് കേൾക്കണം. ഞാൻ അവന്റെ പുറകിലെങ്ങാനും പോയിരുന്നോളാം. എന്റെ പൊന്നു റാമേ, നീ എനിക്ക് തലവേദന ഉണ്ടാക്കല്ലേ. ഇവിടെയെങ്കിലും നിൽക്കു. നീ പറ്റില്ല മോളെ, നീ നടക്ക്. അവൻ എന്നെ കാണാതിരുന്നാൽ പോരെ, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. എന്റെ ദൈവമേ. ഹായ് കാർത്തിക്, ഒരുപാട് നേരമായോ നീ വന്നിട്ട്? ഇപ്പോൾ വന്നതേ ഉള്ളൂ. പിന്നെ എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. നീ എന്താ പെട്ടെന്ന് നാട്ടിലേക്ക് വന്നത്? വരേണ്ടി വന്നു. നീ ഇപ്പോൾ റാമിന്റെ കമ്പനിയിലാണല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ. അവൻ നിന്നോട് എങ്ങനെയാ? എന്നോടെന്ത്? നമ്മൾ രണ്ടും ഇഷ്ടത്തിലാണ് എന്ന് പറഞ്ഞല്ലേ അവനെ ഒഴിവാക്കിയത്. അതിന്റെ എന്തെങ്കിലും ദേഷ്യം അവൻ നിന്നോട് കാണിക്കുന്നുണ്ടോ എന്നറിയാൻ ചോദിച്ചതാ.
അങ്ങനെ ഒരു റിലേഷൻ നമ്മൾ തമ്മിലില്ലെന്ന് റാമിനറിയാം. എന്നോട് ദേഷ്യമൊന്നുമില്ല ഇപ്പോൾ. ഓ, അപ്പോൾ നിങ്ങൾ പഴയതുപോലെ ഇഷ്ടത്തിലാണോ? നീ എന്തായി പറയുന്നേ? ഞാൻ അന്നേ റാമിനെ വേണ്ടെന്ന് വെച്ചതല്ലേ, അത് നിനക്കറിയാലോ. നന്ദാ, നിന്നെ ഞാൻ എന്നെ ഇഷ്ടപ്പെടുത്തിക്കോളാം. അപ്പോഴും നീ ഇത് തന്നെ പറയണം. ആ, ശരിയാ. ഞാൻ എൻ്റെ കരിയറൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നിന്നെ വന്ന് കാണാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എനിക്ക് നിന്നെ പണ്ട് ഇഷ്ടമായിരുന്നെന്ന് നിനക്കറിയാമല്ലോ. ആ ഒരു ഇഷ്ടത്തിന് കുറവൊന്നും വന്നിട്ടില്ല. Will you marry me? What the? നന്ദ, സോറി കാർത്തിക്, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നന്ദ, ഞാൻ നിനക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഇത് നടക്കില്ല. നീ വന്നതുപോലെ തന്നെ തിരിച്ചു പൊയ്ക്കോ. അതൊരു കോപ്പിലെ പ്രപ്പോസൽ. അവൻ പറഞ്ഞത് കേട്ടോറാ? അവന്റെ ഉദ്ദേശം വേറെ എന്തുവാണ്? അവൻ എന്നിട്ട് നീ അവന്റെ കമ്പനി പൊട്ടിച്ച കാര്യം എന്നോട് പറഞ്ഞൊന്ന് നോക്കിക്കേ. നിനക്ക് ആക്സിഡന്റ് ആക്കിയ കാര്യം എനിക്ക് അറിയില്ലെന്ന് അവന്റെ വിചാരം. നോക്കാം എവിടം വരെ പോകുമെന്ന്. എന്തായാലും ഇനി അവനെ വെറുതെ വിടരുത്. എന്നെ കൊല്ലാൻ നോക്കി അവന്റെ കമ്പനി പൊട്ടിക്കുമല്ലായിരുന്നു വേണ്ടത്. അതുകൊണ്ടൊന്നും അവൻ വെറുതെ ഇരിക്കില്ല. കണ്ടില്ലേ വീണ്ടും തിരിച്ചു വന്നത്? പിന്നെന്താ, അവനെ ഞാൻ കൊല്ലണമായിരുന്നു. ഒരാളെ കൊല്ലാനും മാത്രമുള്ള ധൈര്യമൊന്നും ഇല്ല നന്ദ എനിക്ക്. എൻ്റെ പ്ലാനൊന്നും നടക്കാതെ പോയാൽ വീണ്ടും എൻ്റെ ലൈഫ് സീറോ ആകും. അങ്ങനെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. നന്ദ, നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. എന്നെ നിന്റെ സ്വത്ത് മുഴുവൻ എനിക്ക് മാത്രം അവകാശപ്പെട്ടത്. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാവരെയും ഞാൻ തീർക്കും. ആദ്യം നിന്റെ പാരൻസ്, പിന്നെ നിന്റെ സിസ്റ്റർ ശ്രീബാല. എന്നെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ആളാണ് ശ്രീബാല. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായ റാം. നീ അന്നേ ചാകേണ്ടതായിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് നീ രക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞാൽ നന്ദയും നന്ദയുടെ പ്രോപ്പർട്ടീസും എനിക്ക് സ്വന്തം. ആരും ചോദിക്കാൻ വരില്ല. എന്നെ അറിയില്ല അവന്. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണവൾ. അവളെ സ്വന്തമാക്കാനുള്ള അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ ഓഫീസിലേക്ക് വാ. എന്തിനാ കോൾ കട്ട് ചെയ്തത്? അവിടെ നടക്കുന്നതെല്ലാം എനിക്ക് അറിയണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? കിടന്നൊച്ച വെച്ചിട്ടാ ഞാൻ ഫോൺ കട്ട് ചെയ്തത്. അവൻ പ്രപ്പോസ് ചെയ്തപ്പോൾ നീ എന്താ തിരിച്ചു പറഞ്ഞത്? എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു. നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതായിരിക്കും അല്ലേ എന്നെ ഇഷ്ടമല്ലെന്ന്? ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെയാ പറഞ്ഞത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഐ ഡോണ്ട് കെയർ, ബിക്കോസ് യു ആർ മൈൻ. ഞാൻ അറിയാതെ പോലും ഇയാളുടെ പേര് പറയില്ല. റാമിന് സംഭവിച്ചതുപോലെ ആദിസാറിന് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വെയിറ്റ്, ഈ ചെസ്റ്റിൽ എന്ത് പറ്റിയതാ? നേരെ നോക്ക്. അവിടെ എന്ത് പറ്റിയതാ? എന്നെ കുറിച്ച് എല്ലാം അറിയാവുന്ന ആളല്ലേ. എന്തിന് എന്നേക്കാൾ കൂടുതൽ എന്നെ അറിയാവുന്ന ആള്. എനിക്ക് നിന്നെ കുറിച്ചെല്ലാം അറിയാം, അത് സത്യമാണ്. പക്ഷെ നിന്റെ ബോഡിയിലെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. ആ സ്കാർ എങ്ങനെ വന്നതാ? അത് ചെറുപ്പത്തിൽ സംഭവിച്ചതാ. ബാലയ്ക്ക് എന്റെ എല്ലാം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൊടുക്കാതെ വന്നപ്പോൾ ബാലയുടെ അമ്മ ദേഷ്യം വന്ന് ചെയ്തതാ. നിന്നെ ഞാൻ കണ്ടുമുട്ടാൻ വൈകിപ്പോയല്ലേ? ഞാൻ പോട്ടെ. അയ്യോ, എന്താ ഇപ്പൊ ഉണ്ടായെ? എന്തോ? ആ, ഞാൻ സൂര്യനെ കണ്ടിട്ട് വരാട്ടോ.
ഓക്കെ. ഞാൻ അകത്തോട്ട് വന്നോട്ടെ സൂര്യ? ഞാൻ ബിസി ചെയ്യാം, എന്നെ വാ. കണ്ടിട്ട് ബിസിയാണെന്ന് തോന്നുന്നില്ലല്ലോ. എനിക്ക് മീറ്റിംഗ് ഉണ്ട് ഇപ്പോൾ, നീ പൊയ്ക്കോ. സൂര്യ സാറിന് ഇപ്പോൾ മീറ്റിംഗ് ഉണ്ടോ? മീറ്റിംഗോ? ഇന്നില്ലല്ലോ. ആ. സൂര്യ, ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഞാൻ ബിസി ആണെന്ന്. ഞാൻ ഇന്നലെ കോൾ ചെയ്തിട്ട് എടുത്തില്ലല്ലോ. അത് ഞാൻ കണ്ടില്ലായിരുന്നു. എന്റെ മൊബൈൽ എടുത്ത് നോക്കിയില്ലേ? ഇല്ല. ഞാൻ പിന്നെ വിളിച്ചപ്പോൾ വേറെ ആരോടെ സംസാരിക്കുമായിരുന്നല്ലോ. നിനക്കിപ്പോ എന്താ വേണ്ട ഇന്ദു? എന്നെ അവോയ്ഡ് ചെയ്യുവാണോ? ഇന്നലെ മുതൽ എങ്ങനെയാണല്ലോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? എനിക്ക് നീ ഇപ്പോൾ കുറച്ച് സമാധാനം എന്താ, ഒന്ന് ഇറങ്ങിപ്പോ. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്താ എന്നോടൊന്നും മിണ്ടാത്തെ? രണ്ടുപേരും എന്താ മൗനവ്രതത്തിലാണോ? നീ ചെയ്തത് ശരിയായില്ല. നിന്റെ സ്വഭാവം ശരിയല്ല. നിന്റെ ഉള്ളിൽ നിറയെ വിഷവ. ഞാനതിന് ഈശോ സാറിനോട് അങ്ങനെ ചെയ്തത് കൊണ്ടായിരിക്കും. അറിയാതെയാണെങ്കിൽ ഞങ്ങൾ അതിൽ കൂട്ടുനിന്നല്ല എന്ന് ഓർക്കുമ്പോഴാ ആ പാപത്തിൽ നീ ഞങ്ങളെയും കൂട്ടിച്ചേർത്തില്ലേ. ഈശോ സാറിന് കിട്ടേണ്ടത് കിട്ടി, അത്രയും വിചാരിച്ചാൽ മതി. ഞങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. ശരിയാ, നിങ്ങളോടല്ലല്ലോ അയാൾ മിസ്ബിഹേവ് ചെയ്തത്. എന്ത് മിസ്ബിഹേവിയർ ആണ് കിഷോർ സാർ കാണിച്ചത്? നീ സാറിനോട് കാണിച്ചതോ? നിന്നേക്കാൾ എത്രയോ ഭേദമാടി ആ വൈക. ഒരാളുടെ ഫീലിങ്സ് വെച്ച താരം നീ കളിച്ചത്. അത് കൊള്ളാം. എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത് നീയല്ലേ. എന്നിട്ട് ഇപ്പോൾ തെറ്റ് ചെയ്തത് മുഴുവൻ ഞാൻ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാറ്റിക്കാനൊന്നും നിന്നോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചെയ്തത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അയാൾ അർഹിക്കുന്നത് അയാൾക്ക് കിട്ടി. അതേടി, നിന്നെ ഇഷ്ടപ്പെട്ടത് കിഷോർ സാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടുകയും ചെയ്തു. ഇവളുടെ കൂടെ നടക്കാൻ ഇനി എന്നെ കിട്ടില്ല. ഋതു, നീ എന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ നിനക്ക് വരാം. ഞാനും വരുവാ. നിന്റെ കൂടെ എല്ലാ തോന്നിവാസത്തിനും ഞാൻ നിന്നിട്ടേ ഉള്ളൂ. പക്ഷെ നീ ഇപ്പോൾ കാണിച്ചത് തീരെ ശരിയായില്ല താര. അയാളാണെങ്കിൽ ഇന്ന് കോളേജിലേക്ക് വരികയും ചെയ്തിട്ടില്ല. നിനക്ക് പോകാറായില്ലേ? എന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാമോ? നിന്റെ സ്കൂട്ടി എവിടെ? നന്ദുവിനോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. നീ ബസ്സിന് വല്ലതും പോകും, അല്ലെങ്കിൽ വല്ല ടാക്സി വല്ലതും വരും. ഒരൊറ്റ ദിവസം കൊണ്ട് എന്താ സംഭവിച്ചേ? ഒന്നും സംഭവിച്ചില്ല. നീ കയറ്, കൊണ്ടാക്കാൻ ഞാൻ. വേണ്ട, ബസ്സും ടാക്സി ഒക്കെ ഉണ്ടല്ലോ, ഞാൻ പൊയ്ക്കോളാം. ഇതെന്തേ വീട്ടിലേക്ക് പോകുന്നില്ലേ? എടാ നീ വരുന്നില്ലേ? ഇന്ദു എന്താ എവിടെ നിൽക്കുന്നത്? ഇയാളുടെ നന്ദു പോയോ? ആ, ഞാൻ സൂര്യയോട് സംസാരിച്ചു നിൽക്കുമായിരുന്നു. എന്നിട്ട് ഏട്ടൻ എവിടെ? പോയി. ഒറ്റയ്ക്കാക്കിയിട്ട് പോയോ ഏട്ടൻ? അതെന്തോ ആവശ്യമുണ്ടത്ര, അതുകൊണ്ട് പോയതാ. അതി, നീ പൊക്കോ. ഞാൻ ഇന്ദുവിനെ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നോളാം. ശരി. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മടിക്കണ്ട, പറഞ്ഞോ. സോൾവ് ആക്കാൻ പറ്റുന്നതാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാമല്ലോ. എനിക്കറിയില്ല സാർ, എന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോലെയൊക്കെ തോന്നുന്നു. ആ, അതേട്ടന് എന്തെങ്കിലും കാര്യം ഓർത്ത് ടെൻഷൻ ആയിട്ടായിരിക്കും. അതെന്താണെന്ന് എന്നോട് പറഞ്ഞൂടെ? ദേ, ഇന്ദു എന്തായാലും ഇതൊക്കെ ഓർത്ത് വിഷമിക്കണ്ട. ദേ, വീടെത്തി. താങ്ക് യു സാർ. എന്നെ നന്ദ വിളിക്കുന്നത് പോലെ റാം എന്ന് വിളിച്ചാൽ മതി. ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ ഏട്ടത്തിയാവാൻ പോകുന്ന ആളല്ലേ. ഈ ഏട്ടൻ ഇത് എന്തിന്റെ സുഖേടാ. ചിന്നകാര്യത്തിന് എന്തിനോട് ദേഷ്യപ്പെടുന്നത്? പിന്നീട് കിഷോറിന്റെ സത്യം അറിഞ്ഞാൽ ഇത് ശരിയാകും. കുഞ്ഞി, നീ ഓക്കെ അല്ലേ? അല്ല ഏട്ടാ. ഇന്ന് അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഇന്ന് വന്നില്ല. നീ വിഷമിക്കണ്ട, ഇതിനുള്ള വഴിയൊക്കെ ഏട്ടൻ കണ്ടിട്ടുണ്ട്.
കിച്ചേട്ടാ ഇന്നലെ എന്താ വരാതിരുന്നേ? പേടിച്ചിട്ടാ? അയ്യോ, ഈ ഫേസിന് എന്ത് പറ്റി? അയ്യോ പോകല്ലേ, ചോദിക്കട്ടെ എന്നേ. എല്ലാവരുടെയും മുന്നിൽ തല താഴ്ത്തുന്ന എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? ഇതേപോലെ നിങ്ങൾ എന്നെയും നിർത്തിയതല്ലേ? എന്റെ ഏട്ടന്മാരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ, അവരോട് എതിർത്ത് സംസാരിക്കാനോ ഉള്ള ധൈര്യം തനിക്കില്ല. ആണുങ്ങളായ നട്ടല് വേണം, അതും തനിക്കില്ല. നിർത്തണേ പുല്ലേ. ആ ഒരു നിമിഷം നിന്റെ ചെപ്പക്കുറ്റി നോക്കി തരാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാൽ അവിടെ തകരുന്നത് എന്റെ പെങ്ങളുടെ ജീവിതമായതുകൊണ്ടാ. നീ പിന്നെ എന്താണ് വിചാരിച്ച്? നീ അങ്ങ് പോയി കഴിഞ്ഞാൽ നിന്നെ ഓർത്ത് ഞാൻ നീറി അങ്ങ് ജീവിക്കുമെന്നോ? പ്രതികാരം ചെയ്യാൻ ശരീരം വരെ നിൽക്കുന്ന നിന്നെ ഇഷ്ടപ്പെട്ടു പോയല്ലെന്ന് ഓർക്കുമ്പോഴാ ഉറപ്പ് തോന്നുക നിന്നോട് എനിക്ക്. പൊന്നു മോളെ, ഇനി നീ പ്രതികാരം വീട്ടാനാണെന്ന് പറഞ്ഞെങ്ങാനും വന്ന പിന്നെ നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ബാല, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ആ കിഷോറും താരയും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അയ്യോ, ആ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പുറമെ കാണുമ്പോൾ ഇഷ്യൂ ഉള്ളതായി തോന്നിയിട്ടില്ല. രണ്ടുപേരും ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നതൊക്കെ. എനിക്കിത്ര അറിയാം. ചേച്ചിയുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമായിരിക്കും. ആ, നീ എന്നാ പോയിക്കോ. ഇങ്ങ വന്നേ. അയ്യോ, താരയുടെ ചേട്ടൻ. എന്താ ചേട്ടാ? വാ ഇരിക്കൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് മറുപടി തരണം. താര നിങ്ങളുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് കള്ള എങ്ങാനും പറഞ്ഞാൽ കോളേജിൽ നിന്ന് ഡിസ്മിസൽ വാങ്ങിത്തരും ഞാൻ. അയ്യോ വേണ്ട, ചേട്ടൻ ചോദിച്ചോ, ഞങ്ങള് പറയാം. താരയും കിഷോറും തമ്മിൽ എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് അവള് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തോ പ്രശ്നമുണ്ട്. അവൾക്ക് സാറിനെ കണ്ടെടുത്താ കണ്ടുകൂടായിരുന്നു. അവര് തമ്മിൽ റിലേഷൻഷിപ്പ് വല്ലതും? റിലേഷൻഷിപ്പിലാണെന്ന് തന്നെ ഞങ്ങളും വിചാരിച്ചേ. പക്ഷെ അവള് കിഷോർ സാറിനെ ചതിച്ചു. താര ഇഷ്ടമാണെന്ന് പറഞ്ഞ് കിഷോർ സാറിനെ പറ്റിക്കുമായിരുന്നു. എൻഗേജ്മെന്റിന്റെ അന്ന് അത് അങ്ങനെ ഉണ്ടായേ. എല്ലാവരുടെയും മുന്നിൽ സാറിനെ നാണം കെടുത്താനായിട്ടാ അവളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടിച്ചത്. ഇത്ര ഞങ്ങൾക്കറിയും. പറ്റോ? അടിച്ചു വളർത്താത്തതിന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉണ്ട് അവൾക്ക്. എന്ന് ഈവനിങ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. പ്രോബ്ലം ഒക്കെ സോൾവ് ആയോ? സോൾവ് ആക്കാൻ പോകുക. ഇതിനി നടക്കില്ല. എല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ചു. എന്തായി പറയുന്നേ? കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നമായി കണ്ട് മറന്നു കളഞ്ഞേക്ക്. സൂര്യ, എന്തൊക്കെയാ പറയുന്നേ? നമുക്കിതെല്ലാം ഇവിടെ വെച്ച് നിർത്താം. എല്ലാം മറന്നു കളഞ്ഞേക്ക്. മറക്കാനോ? പറയാൻ എത്ര എളുപ്പമാ സൂര്യ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതെല്ലാം പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? പറ്റിക്കാൻ വേണ്ടി പറയുന്നതൊന്നും അല്ല. നമ്മുടെ ഈ കല്യാണം നടക്കില്ല. അതെന്താ നടക്കാത്തതിന്റെ റീസൺ എന്താ? അത് നിന്റെ ചേട്ടനില്ലേ കിഷോർ, അവനോട് ചെന്ന് ചോദിക്കും. അവനൊരു പെങ്ങൾ ഉണ്ടായിട്ട് കൂടെ എന്തിനാ എന്റെ പെങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും. നിങ്ങളുടെ പെങ്ങളോട് എന്ത് ചെയ്തെന്നാ? അത് നീ ചെന്ന് ചോദിക്കടി. നിന്റെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ പെങ്ങളുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ കഴിയില്ല.
അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അത്. എന്തൊക്കെയാ സൂര്യ പറയുന്നത്? എന്റെ ഏട്ടൻ തെറ്റൊന്നും ചെയ്യില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ എന്തു. ശരി, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നീ എന്നെ മറന്നേക്ക്. സൂര്യ കിച്ചേട്ടാ, എല്ലാം കഴിഞ്ഞു. അയാൾക്ക് എന്നെ വേണ്ടത്ര. എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്തിട്ട് പോയി. എല്ലാത്തിനും കാരണം ഏട്ടനാണെന്നാ പറയുന്നത്. എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു. സോറി മോളെ. തെറ്റ് ചെയ്യാത്ത ഞാനല്ലേ ശിക്ഷ അനുഭവിക്കുന്നത്? ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? എന്നോട് മറക്കാൻ പറഞ്ഞു. ഞാനല്ലല്ലോ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നത്. എത്ര എളുപ്പത്തിലാ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ അയാൾക്ക് ആരും അല്ലായിരുന്നു. എന്നെ വേണ്ടെന്ന് വെച്ചു അയാൾ. നീ ആ 2 റിങ്ങും ഇങ്ങത്താ. ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. മോനെന്ത് ഈ നേരത്ത്? മഹാറാണി വന്നോ? എവിടെ നിന്റെ ചേട്ടന്മാർ? ഇറങ്ങി വാടാ. എന്താ കിഷോർ, എന്താണെന്ന് നിനക്ക് അറിയില്ലേ? ദേ, എല്ലാവരും കേൾക്കാൻ വേണ്ടിയാ നിങ്ങളുടെ ഈ മകൻ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചു. എന്താണ് കേൾക്കുന്നത്? കാരണം എന്താണെന്ന് അറിയണ്ടേ? നിങ്ങളുടെ ഈ ഒരേ ഒരു മകളുണ്ടല്ലോ, അവളെ ഞാൻ കയറി പിടിച്ചത്ര. ശരിയാ, അവളുടെ അനുവാദം ഇല്ലാതെ പലതവണ ഞാൻ കയറി പിടിച്ചിട്ടുണ്ട്. ചറ്റത്തരം കാണിച്ചിട്ട് കാലപ്രസവം നടത്തുന്നോ? നിക്കങ്ങോട്ട്. ഇവളോട് ഞാൻ ഒരേ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതും അറിയാതെ പറ്റിപ്പോയത് എന്റെ പുന്നാര മോളെ. അതിന്റെ പേരിൽ ഞാൻ പശ്ചാത്തപിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു. പക്ഷെ അത് ഇവളെ മനസ്സിലിട്ടുകൊണ്ട് നടന്നൊരു അവസരം കിട്ടിയപ്പോൾ നല്ല രീതിക്ക് ഉപയോഗിക്കുകയും ചെയ്തു. ഞാൻ ചെയ്ത കൊടും പാപമാണ് ഇവളെ ഞാൻ സ്നേഹിച്ചത്. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, ഇവളെ ഞാൻ സ്നേഹിച്ചു പോയി. നിന്നെ ഞാൻ വിശ്വസിച്ച് പോയല്ലോടി. നിങ്ങളുടെ പുന്നാര പെങ്ങൾ എന്നോട് പ്രതികാരം വീട്ടിയത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഒരു ഉളുപ്പും ഇല്ലാതെ. അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞ നിന്റെ തൊലി ഉരിഞ്ഞു പോകും. അല്ല, കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയല്ലേ നിനക്ക്? കിഷോർ, മര്യാദയ്ക്ക് സംസാരിക്കും. മര്യാദ എന്താണെന്ന് പുന്നാര പെങ്ങളെയും ചേട്ടനെയും പഠിപ്പിക്കും. തങ്ങളോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി വേറൊരു പെണ്ണിന്റെ ജീവിതം തകർത്തേക്കുന്നു. എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തേ? നീ ഇട്ട് കൊടുത്ത റിങ് ഇനി 4 ആൾ അവളുടെ കൺമുന്നിൽ പോലും നീ വന്നു പോകരുത്. നിനക്കിട്ട് ഒരെണ്ണം തരണമെന്ന് ഉറപ്പിച്ച് തന്നോണ്ടി വന്നത്. പക്ഷെ അതിനുള്ള അർഹത എനിക്കില്ല. കിഷോർ പറഞ്ഞതെല്ലാം സത്യമാണോ? കള്ളം പറഞ്ഞ കാലെ വരി അനക്കും നിന്നെ. ചേട്ടൻ പറഞ്ഞതെല്ലാം സത്യമാണ്. നിനക്ക് വേണ്ടി ഓണത്തിനോട് ഞാൻ ആ പാവത്തിന് വേണ്ടെന്ന് വെച്ചത്. ആ പാവ പെണ്ണിന്റെ ശാപം മുഴുവൻ ഞാൻ എവിടെ കൊണ്ട് ഒഴുക്കും? ഒന്നും അന്വേഷിക്കാതെ എടുത്തു ചാടിയതല്ലേ, അനുഭവിച്ചു തീർക്ക്. ഇത് പപ്പ ഒട്ടും പ്രതീക്ഷിച്ചില്ല മോളെ. ഇവളെ ഞാൻ സ്നേഹിച്ചു പോയി. നിന്നെ ഞാൻ വിശ്വസിച്ച് പോയല്ലോടി. നിനക്ക് ഓഫീസിൽ ജോലിയൊന്നുമില്ലേ? ഏത് നേരം എവിടെയെങ്കിലും ഒക്കെ കാണുമല്ലോ. സാറിന് ജോലിയൊന്നുമില്ലേ? ഞാനുള്ള എല്ലായിടത്തും സാറും ഉണ്ടല്ലോ. ഒന്നും പറയാനില്ലേ? ഇവിടെ ഇങ്ങനെ വന്നു നിന്നതിന്റെ റീസൺ അറിയായിരിക്കുമല്ലോ. ഞാൻ എന്നെ പ്രത്യേകിച്ച് പറയണോ? എന്തുവാണോ? എന്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോ ശരിക്കും എന്ത് പാവമാണ്. അവൾ ഇത്രയും വിഷമിക്കേണ്ട ആളൊന്നും അല്ല.
ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നെ സമാധാനിപ്പിക്കാൻ. എല്ലാം ശരിയാകും. എങ്ങനെ ശരിയാക്കാനോ? അതൊക്കെ ശരിയാകുമെന്നേ. ഏട്ടന് തെറ്റ് മനസ്സിലായി. ഇനി അതൊക്കെ ഓക്കെ ആയിക്കോളും. അങ്ങനെയാണെങ്കിൽ സൂര്യ സാർ നല്ലതുപോലെ കഷ്ടപ്പെടേണ്ടി വരും. എന്താ റിസൈൻ ചെയ്യാൻ പോകുക? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഇന്ദു. ഇനി ആലോചിക്കാനൊന്നുമില്ല. മേ കമ്മിൻ സാർ? കമിൻ. ഞാൻ റിസൈൻ ചെയ്യാൻ പോകുക സാർ. ആ, അത് ഞാനല്ല റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. ആദ്യം എന്തോ സൂര്യേട്ടൻ്റെ ഡിപ്പാർട്ട്മെന്റിലല്ലായിരുന്നോ? ചേട്ടൻ വേണോ ഒക്കെ പറയാൻ? ശരി. നീ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതല്ലേ? അങ്ങനെയെങ്കിലും ഒന്നിക്കുകയാണോ? ഒന്നിക്കട്ടെ. നാളെ എന്താ പ്ലാൻ? നാളെ സൺഡേ അല്ലേ? വെറുതെ ഇരിക്കാനാണ് പ്ലാൻ. പിക്നിക്കിന് വരുന്നോ? എന്താ ഡേറ്റിന് വിളിക്കുകയാണോ? ജറക്ക, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും നല്ലത്. എന്തിന്റെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ പോകുന്നതാ. നീ വരുന്നുണ്ടേവാ, ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ആയിക്കോട്ടെ. സാർ, റെസിഗ്നേഷൻ ലെറ്ററിൽ സാറിന്റെ സൈൻ വേണമെന്ന് പറഞ്ഞു. നീ റിസൈൻ ചെയ്യുവാണോ? അതെ. റിസൈൻ ചെയ്യാതിരുന്നോടെ. സാർ സൈൻ ചെയ്തതാ. പ്ലീസ്, ഐ ആം സോറി. എന്തിനാ സാർ സോറി ഒക്കെ പറയുന്നത്? Give me one more chance. ഫോർവേഡ്. എന്നെ ഇനിയും പറ്റിക്കാൻ വേണ്ടിയോ? എന്ത് നിസ്സാരമായിട്ടാ സാർ എന്നെ ഒഴിവാക്കിയത്? അതൊരു സിറ്റുവേഷൻ. എന്ത് സിറ്റുവേഷൻ? എന്നെ ഉപേക്ഷിച്ചില്ലേ നിങ്ങൾ? സ്നേഹിച്ചതെല്ലാം വെറുതെ ആയില്ലേ? എന്നോടൊരു കാര്യം ഇഷ്ടമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ വേണ്ടെന്ന് വെക്കില്ലായിരുന്നു. ആവശ്യം കഴിഞ്ഞപ്പോൾ വേണ്ടത് വെച്ച് കാണുമല്ലേ? എന്തോ അങ്ങനെയല്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഈ സോറി പറഞ്ഞിന്റെ പിറകെ വരികയും വേണ്ട. കല്യാണം ആലോചിച്ച് പറ്റിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ തന്നെ ചെയ്തില്ലേ? തനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കൂടെ വരാനും ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ പോകാനും കളിപ്പാതൊന്നും അല്ല. സാറിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആ സാറ് തന്നെ എൻ്റെ ഇഷ്ടമല്ലെന്നും പറഞ്ഞു. കഴിഞ്ഞു അവിടെ കൊണ്ടല്ല. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. എന്തോ എന്തോസേ വാന്നേ. ഞാനല്ല, നീ പൊയ്ക്കോ. ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നേ. വാന്നേ, വാ എന്തോ. വരാം. നീ ബാലേനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ബാലേനെ റാമിനെ വിളിച്ചിട്ടുണ്ട്. വിളിക്കാതെ ഒരാളോടെ വരുമോ? ഹാബി സാറാണോ? ഇല്ല, വരില്ലായിരിക്കും. ഹായ്, നിന്റെ അമ്മ എന്ത് പറയുന്നു? എൻ്റെ അമ്മയ്ക്ക് സ്പീച്ച് തെറാപ്പി ഉണ്ട്, അതിന് പോയേക്കുക. ഞാനായിരുന്നു കൂടെ പോകുന്നത്. നീ വിളിച്ചത് കൊണ്ട് എൻ്റെ അച്ഛൻ കൂടെ പോയി. ഞാൻ അങ്ങോട്ട് മാറി നിൽക്കൂ. എന്നാ വാ, നമുക്ക് ഒരുമിച്ച് പോകാം. റാം കൂടെ വരാനുണ്ട്. റാമ വരുന്നുണ്ടെന്നറിഞ്ഞെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അതിനിപ്പോ എന്താ? വെറുതെ എന്തിനാ നിങ്ങളുടെ സ്വീറ്റ് മൊമെന്റ്സിന്റെ ഇടയിലേക്ക് ഞാൻ? അത് വേണ്ടായിരുന്നു. സ്വീറ്റ് മൊമെന്റ്സോ? നീ എന്തൊക്കെയാ പറയുന്നത്? നീ എന്തായാലും അങ്ങോട്ട് ചെല്ല്, എന്തിനു കമ്പനി കൊടുക്ക്. ചേച്ചി, ആ ബോൾ തരാമോ? ഞാനും വന്നോട്ടെ കളിക്കാൻ. വന്നോ. എന്തേച്ചി വരുന്നോ? ഇല്ല. തീരെ പഞ്ച്വാലിറ്റി ഇല്ലാട്ടോ. എന്നാ ഞാൻ നിന്നെ പോലെ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുവല്ലേ? നീ അല്ല പറഞ്ഞു നീ വെറുതെ ഇരിക്കുവന്നു.
ബാലയും ഉണ്ടെന്ന് നീ പറഞ്ഞില്ലല്ലോ. സർപ്രൈസ്. ഞാൻ എന്തിന്റെ അടുത്തേക്ക് പോകുവാണേ? എടി നീ എന്റെ പാൻറ് ചാക്കിയിട്ട് പോകുവാണോ? അങ്ങനെ ഇപ്പൊ പോവണ്ട നീ. ഇന്നെങ്കിലും കുറച്ച് സമാധാനത്തോടെ ഇരിക്കട്ടെ. ഏത് നേരം അതിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവല്ലേ നീ. നീ എന്നെ ഒന്ന് വിട്ടേ. ബാല വാ, കുഴപ്പമില്ല, ഞാനിവിടെ നിന്നോളാം. ബാലയെ ഒന്ന് വിളിച്ചോണ്ട് വരാമോ? വരാൻ പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കുക. വാ. അത് എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. ഞാൻ പോയി നന്ദിയോട് പറഞ്ഞേക്ക്. എങ്ങോട്ടേ ഓടുന്നേ? എന്താ ഇത്? ഇവിടെ കാണുമ്പോ മാത്രം ഇതുപോലെ ഹാർട്ട് ബീറ്റ് കൂടുന്നു. ഞാൻ വന്നാ ശരിയാകില്ല റാം. ശരിയായില്ലെങ്കിലും കുഴപ്പമില്ല, നീ വാ. എല്ലാരെയും വിളിച്ചു, എന്നെ വിളിച്ചില്ലല്ലോ. വിളിക്കാതെ തന്നെ വന്നില്ലേ? വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ പിന്നെ റാമിനെയും ബാലയും ഒന്നിപ്പിക്കാൻ കഷ്ടപ്പെടുമല്ലേ, സഹായിക്കാന്ന് വെച്ചു. ഹേ ബാല, come on. ബാലയ്ക്ക് ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാ? ഓറഞ്ച്. ഓറഞ്ച് ബാലയുടെ ഫേവറേറ്റ് ഫ്രൂട്ട് അല്ലേ? ഇത് കഴിക്കും. ഇതെന്റെ ഫേവറേറ്റ് ആണെന്ന് ആദ്യമായിട്ട് എങ്ങനെ അറിയാം? ആദ്യമായിട്ടല്ലോ, അതിപ്പോൾ നന്ദ പറഞ്ഞതാ. ബാല നന്നായി എഴുതുമല്ലേ? ഒരുപാടൊന്നുമില്ല, ചെറുതായിട്ട് എഴുതും. ഇപ്പോ അങ്ങനെ എഴുതാനൊന്നും സമയം കിട്ടാറില്ല. അമ്മയുടെ കാര്യം, ബിസിനസ്, സ്റ്റഡീസ്, റൈറ്റിംഗ് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാറില്ല. അതുകൊണ്ട് ചിലതൊക്കെ ഒഴിവാക്കേണ്ടി വന്നു. സമയം കിട്ടുമ്പോഴൊക്കെ എഴുതി നോക്ക്. ട്രൈ ചെയ്യാം. നീ അന്ന് എനിക്ക് എഴുതി തന്ന ലെറ്റേഴ്സ് എല്ലാം നന്നായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനെന്നാ ഇറങ്ങും. ഞാൻ പറഞ്ഞു തരുന്നത് പോലെ പറ. നിനക്ക് എഴുതി തന്ന കത്തുകൾ ഇഷ്ടമായി, പക്ഷെ എഴുതിയ ആളെ ഇഷ്ടമല്ല. പറയൂ. നിനക്ക് എഴുതി തന്ന കത്തുകൾ ഇഷ്ടമായി, പക്ഷെ എഴുതിയ ആളെ ഇഷ്ടമല്ല അല്ലേ? ഞാനത് കത്തെഴുതിയത് നീയാണെന്ന് വിചാരിച്ചു. എനിക്കറിയില്ല എന്താ, പക്ഷെ നിന്നെ കാണുമ്പോൾ ഇല്ലാത്തൊരു ഫീലിങ്സ് ബാലയെ കാണുമ്പോൾ എനിക്കുള്ളതുപോലെ. റാമിന് ചെറിയ മാറ്റമൊക്കെ ഉണ്ടല്ലേ? റാം കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടോ? ആരെയാണ് അവൻ സ്നേഹിക്കുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. റാം നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്, പക്ഷെ ആ സ്നേഹം അതേപോലെ ഇപ്പോഴും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സഹതാപം കൊണ്ട് അവന് ബാലയെ ഇഷ്ടമാകരുത്. നിന്നെ അവന് കിട്ടില്ലെന്ന് ഓർത്തുകൊണ്ടും അവൻ ബാലയെ ഇഷ്ടപ്പെടരുത്. ബാലയുടെ സ്നേഹം അവൻ അനുഭവിച്ചറിയണം. അതെങ്ങനെയാ? ഇത്രയും ഞാൻ പറഞ്ഞു തന്നില്ലേ, ബാക്കി നീ തന്നെ കണ്ടുപിടിക്കും. വീട്ടിൽ പോയി പോകാം. നന്ദു, നിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.
നിന്റെ ആ ചിരിച്ച മുഖവും ഞാൻ തിരിച്ചു കൊണ്ടുവരും. നന്ദ, നിന്നെ സ്വന്തമാക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ്. അമ്മയും അച്ഛനും ഇതുവരെ വന്നില്ലല്ലോ ആന്റി. ഹലോ, ഇത് ജയൻ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഹലോ നന്ദ മാഡം. എന്നെ കൂട്ടാണ്ട് പോയി അവര്. എന്നെ തനിച്ചാക്കി പോയി. എനിക്കിനി ആരുമില്ല. ചിന്നത്തായവൾ തന്തരാസാവേ മുള്ളിൽ തോണ്ടിയ ചിന്നരോ. ബാല ഉറങ്ങിയോ? എല്ലാം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് അവളുടെ ഈ അവസ്ഥയിൽ കാണാൻ പറ്റുന്നില്ല. ഞാൻ ബാലയുടെ കൂടെ പോയിരിക്കാം. നീ എന്തെങ്കിലും കഴിക്കുക. കരഞ്ഞു തീർക്കുക. ബാലയുടെ മുന്നിൽ നീ സ്ട്രോങ് ആയി നിൽക്കണം. തളർന്നു പോകുന്നു എന്ന് തോന്നുമ്പോൾ എൻ്റെ അടുത്തേക്ക് വാ. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാനൊട്ടും കരുതിയില്ല. ഞാനിനി എന്താ ചെയ്യാ? ഇനി നീ ബാലയ്ക്ക് താങ്ങും തണലുമായി ഉണ്ടാവണം. നിന്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാകും. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ? എവിടെ നിൽക്കണോ ഞാൻ? വേണ്ട, ഞാനെന്നാ ഇറങ്ങിക്കോട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഞാനെതിരെ മാത്രം എന്ത് ദ്രോഹം ചെയ്ത് എന്നെ കൂടി വിളിക്കരുതില്ല അങ്ങോട്ട്. ഈ ആയുസിൽ അനുഭവിക്കാനുള്ളതെല്ലാം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എനിക്ക് വേണ്ടി ഇനി എന്താ കരുതി വെച്ചിരിക്കുന്നത്? കൊല്ലാതെ ഒറ്റയടിക്കാൻ ഞങ്ങൾ കൊന്നൂടെ? നേരെ ജീവിക്കാൻ വഴി എനിക്ക്. എന്റെ സമനിലയൊക്കെ തെച്ചു നന്ദ. നന്ദ, നിനക്കെല്ലാരും ഉണ്ടായിട്ട് നീ തനിച്ചായില്ലേ? നോക്ക്, എനിക്കിപ്പോ ആരുമില്ല. ഞാൻ തനിച്ചല്ല, നിനക്ക് ഞാനുണ്ട്. എന്റെ ലൈഫിൽ സന്തോഷം കൊണ്ടുവന്ന രാവിലെ വരെ ഞാൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചില്ലേ? അതിനുള്ള ശിക്ഷയായിരിക്കുമല്ലേ ഇത്? നമ്മൾ കിടന്നുറങ്ങിക്കും. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അച്ഛനും അമ്മ അവിടെ കിടക്കുന്നു. ഞാനെങ്ങനെ ഉറങ്ങുന്നു? എന്റെ കയ്യും കാലൊക്കെ തളരുമോ? കുഞ്ഞുറങ്ങിക്കും. ചേച്ചി കുഞ്ഞിന് ഇഷ്ടമുള്ള പാട്ട് പാടിത്തരാം.